എല്ലാ അച്ഛനും കൊഞ്ചന്മാർക്ക് സപ്പോസ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിടക്കാച്ച ഗെയിമായിട്ടാണ് ഗൈസ്. ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ ലോക്കോ. അത് വിട്ടുപോയി. ഞാൻ കുറച്ച് നാളായിട്ട് ചാനൽ വീട്ടിട്ടില്ല. അത് ഗൈസ് ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അതിപ്പോൾ റെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. അത് കിണ്ണം കാച്ച ഗെയിമാണ്. ഞാൻ അതിന് വെച്ച് ഇതിൽ പാസഞ്ചർ ഡ്യൂട്ടി, കുക്ക് ഡ്യൂട്ടി, കസ്റ്റം മോഡും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ പാസഞ്ചർ ഡ്യൂട്ടിയും കുക്ക് റൈഡും കസ്റ്റം മോഡും ഒക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. നമ്മൾ ഇന്ന് കളിക്കുന്ന ഇതൊന്നുമല്ല, നമ്മൾ സാൻഡിയാരിയോ മോഡെന്ന് പറഞ്ഞൊരു മോഡാണ് കളിക്കുന്നത്. അത് ഞെക്കിയിട്ടുണ്ട്, ലോഡിങ്ങാണ് കളിക്കുന്നത്. സീൻ ഗെയിം എന്ന് വെച്ചാൽ സീൻ ഗെയിമാണ്. ഇതിനകത്ത് നമ്മുടെ റെയിൽവേയുടെ ട്രെയിനിൻ്റെ സംബന്ധിയായ എല്ലാം ഇതുകൊണ്ട് നമുക്കതെല്ലാം കളിച്ച് റെഡിയാക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് നമുക്ക് കുപ്ലിംഗ് ഡിക്ലിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൊണ്ടാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആദ്യം അത് കളിക്കാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് അതിലോട്ട് പോവാം. അങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് സൗണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരാദ്യം നമ്മൾ ഈ ആന കണക്ട് ചെയ്യണം തോന്നുന്നു. നമ്മൾ ആനിനെ കണക്ട് ചെയ്തിട്ട് എൻ്റെ പൊന്നളി ഇച്ചിരി സൗണ്ട് കൂടുതലാണ്. ഓക്കെ, ആനിനെ കണക്ട് ചെയ്യണം തോന്നുന്നു. അപ്പുറത്തോണ്ട് വയസ്സ് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ ക്യാമറയുടെ വരുന്നതാണെങ്കിൽ ഓർബിറ്റ്, ഡ്രോണ്, എൻജിന്, റിവൈസ്, സീറ്റ് 2, സീറ്റ് 1, ഡോർ വ്യൂ, സീറ്റ് 1 ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇല്ല വൈസ്. ഓക്കെ, നമുക്കത് ക്യാബിൻ കണക്ട് ചെയ്താൽ മാത്രമേ കിട്ടൂ. നമുക്കിപ്പോൾ അങ്ങോട്ടാണ് പോകണ്ട. വൈസ് അങ്ങോട്ടാണ് പോകണ്ട. ക്യാബിന് കയറണം. ഞാൻ കുറച്ച് കളിച്ച് ഈ ഗെയിം, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ എന്നിട്ട് ക്യാബ് സ്വിച്ച് ചെയ്ത് ബാക്കിൽ വന്ന് അത് റിവേഴ്സ് ചെയ്തിലിട്ട് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, ഓണൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ സൗണ്ട് കറക്റ്റാക്കി വെക്കണം. ഓണൊക്കെ ഉണ്ട്, സ്കിണ്ണ് ഓണൊക്കെ ഉണ്ട്. ഇത് പിന്നെ 2 ഹോൺ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് പിന്നെ നൈറ്റ് ആക്കാം, ഈവനിങ് ആക്കാം, ഡേയും ആക്കാം. ഓക്കെ, കൊണ്ട് മണ്ടൊക്കെ സിഗ്നൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ചെന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ട്രെയിന്. ഓക്കെ, റിവേഴ്സ് ലോക്കോ കപ്പിൾ കോച്ച്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് വിഷയം. ഓക്കെ, ഞാൻ ഇതിന് ബ്രേക്കൊക്കെ പിടിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണേ. മൊബൈലിൽ പറ്റിയ കിണ്ണ ഗെയിമാണ്. ഓക്കെ, കണക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഷട്ട് ദ കോച്ച് ഇൻ പൊസിഷൻ. സ്വിച്ച് ചെയ്തു. ഓർബിറ്റ് ക്യാമറയിൽ നോക്കുന്നുണ്ട്. നമുക്ക് റിവേഴ്സിൽ തന്നെ പോകണം. ഓക്കെ, ക്യാബിന് വേണം. നമുക്ക് ഓർബിറ്റിൽ തന്നെ റിവേഴ്സ് വേണം. ഓക്കെ, നമ്മൾ അത് തന്നെ റിവേഴ്സ് എടുക്കുവാണ്. ട്രെയിൻ ലൈറ്റൊക്കെ കത്തിക്കാമോ? ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിക്കാം. ഉള്ളിൽ കത്തി, ഫ്രണ്ടില് ലൈറ്റ്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, ലൈറ്റിങ്ങൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ കത്തിച്ച് ഫോണടിക്കട്ടെ. നല്ല രസമുണ്ട് ഇതിൻ്റെ ഓണൊക്കെ കേൾക്കാൻ. ട്രെയിനാണെങ്കിൽ പിന്നെ ഹോണൊക്കെ അങ്ങനെ അടിക്കും. ഓക്കെ, നമുക്ക് എത്ര സ്ഥലത്തോട്ട് കുറച്ച് സ്പീഡിൽ വിടാം. പറന്ന് പോകുന്നതിനേക്കാളും നല്ലത്. ഇനി അവിടെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നീല കളർ ബോക്സ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ട്രെയിനിൻ്റെ എൻജിൻ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിതാവും. ഓക്കെ, റെഡ്യൂസ് സ്പീഡ് ടു 0 ആൻഡ് ഡീകപ്പിൾ കോച്ച്. ഓക്കെ, ഡീകപ്പിൾ ചെയ്യണമെന്നിട്ട്. ഓക്കെ, കറക്റ്റ് ഇവിടെ കൊണ്ടുവരിക, ബ്രേക്ക് പിടിക്കുക. ഓക്കെ, ഇനി കോച്ച് നമുക്ക് ഡീകപ്പിൾ ചെയ്യണം. ഡീകപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫോർവേഡ് ആക്കി ഡീകപ്പിൾ ചെയ്ത് കോച്ച്. ഇനി നമുക്ക് കൊണ്ടുപോകണ്ടേ?
ഇനി കോച്ച് നമുക്ക് ക്യാബിനെ അവിടെ കൊണ്ടുവരേണ്ടത്. ഇതല്ല, നമുക്ക് നമ്മുടെ ഇത് സ്വിച്ച് ചെയ്യാം. എന്നിട്ട് ട്രെയിൻ ഫ്രണ്ടിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മൾ കോച്ച് അങ്ങനെ ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ സ്വിച്ച് ചെയ്ത ഫ്രണ്ടിൽ വരാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സൈഡിലോട്ടൊക്കെ തിരിക്കാം കേട്ടോ. ഈ റൊട്ടേഷൻ മൊത്തം ഓക്കെ, റൊട്ടേറ്റിംഗ് ആണ് മൊത്തം. ഫാന് മാക്സിമം സ്പീഡ് 140 കിലോമീറ്റർ അങ്ങനെ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് വണ്ടി നിർത്തേണ്ടത്. വണ്ടിയിലെ സ്ട്രീറ്റ് നേരത്തെ വീഡിയോ വെച്ച് ഇനി മൂവ് ഫോർവേഡ് ആൻഡ് സ്റ്റോപ്പ് അറ്റ് പൊസിഷൻ ഇവിടെ നിർത്താനാണ് പറയുന്നത്. നമ്മൾ ഹോണൊക്കെ വെച്ച് കഴിച്ചാണ് വയസ്സ് പോകുന്നത്. 1000 രൂപയൊക്കെ കിട്ടി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6000 രൂപയാണ്. ഓക്കെ, നമ്മൾ ഇനി ഈ മോഡി കയറും. നമുക്ക് ഇനി ഷട്ടിങ് സലാം ജംഗ്ഷൻ ഉണ്ട്, എൻജിൻ ചേഞ്ച്, റോൾ ഓൺ റോൾ ഓഫ്, ലോക്കോ റിസീവൽ ഫ്രീ എന്ത് അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഡ്യൂട്ടികളുണ്ട്. പാരലൽ റേസൊക്കെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഗൈസ് അറിയുന്നത്. അറിയുന്നതല്ല, നമ്മൾ കളിച്ചിട്ടില്ല. ഓക്കെ, ലോഡിങ് ആണ്. ഓക്കെ, നമ്മുടെ റേസ് ഇതെല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ കണ്ടു. എന്താ ഗ്രാഫിക്സ്. നമ്മുടെ അവിടെ മത്സരിക്കുന്ന ട്രെയിൻ ഏതാ? സ്റ്റാർട്ട് ചെയ്ത എഞ്ചിനോ ഏതുകൊണ്ട് അവൻ വിട്ടു പോന്നു. ഓക്കെ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എന്തുവാ? നമുക്ക് പറക്കണോ? വിടു പറക്ക്. നമ്മൾ വെള്ള എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിന് ഡിപ്പാർട്ട് ഫോർ ദ ഗസ്ബാർഡ്. ഓക്കെ, നമ്മൾ ഡീപാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറക്കാൻ കഴിച്ചു. ഓക്കെ, ഇങ്ങനെ കണ്ടല്ലേ പറഞ്ഞു ഇവര്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, മറ്റവൻ വിട്ടുപോയി. എന്തുവാന്ന് ഇനി റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിൻ എഞ്ചിൻ മാത്രമേ ഓടുന്നുള്ളൂ. വേണ്ടേ, അത് എഞ്ചിനെ പുറപ്പിക്കുക വെച്ച്. ഓക്കെ, മറ്റവൻ വിട്ടുപോകുന്ന ഞാൻ കണ്ടായിരുന്നു. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. നമ്മൾ പറക്കുവാണ്. 140 മാക്സിമം കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 135 ഈ സമയത്ത് നിർത്തിയേക്കുന്നത്. ഓക്കെ, ഞാൻ ഫുൾ ത്രോട്ടിലോട്ട് പുറത്തി. ഇപ്പോൾ ട്രെയിൻ പോകുന്ന സ്പീഡ് മനസ്സിലാവുന്നില്ലല്ലോ. വണ്ടി ഇവിടെ കിടക്കുവാണ്. ഓർമ്മിച്ച് ഇതേ പോകും. അല്ല, ഓർമ്മിച്ചില്ല. തോണ്ട് നമ്മളെക്കാൾ മുമ്പേ വിട്ടുപോയാലില്ല കിടക്കുന്നത്. ആണ് ഗൈസ്, നമ്മളെക്കാളും മുമ്പേ വിട്ടുപോയാലാണ് ഈ പോകുന്ന ഗൈസ്. മഞ്ഞ കാണിക്കുന്നത്. നിർത്തണോ പോകുമ്പോൾ? എന്നെക്കാളും മുമ്പേ വിട്ടുപോകാനാണ് ഗൈസ് ഇവിടെ കിടക്കുന്നതുള്ളൂ. ഓക്കെ, മഞ്ഞ കാണിക്കുമ്പോൾ നിർത്തൂല, നമ്മൾ പുറത്തും ഗൈസ്. നമ്മൾ ഇവര് നിർത്താൻ പറയുമ്പോൾ നിർത്തിയില്ല, പറന്നു പോവാണ് ജയിക്കൂ. എന്താ ഗൈസ്, നമ്മൾ ഫ്രണ്ടിലായി. പൊട്ടനെ പൊട്ടിച്ച്. ഓക്കെ, നമ്മൾ പറക്കുവാണ് ഗൈസ്. അല്ല, നമ്മൾ ഇല്ലാതെ അവിടെ ഇട്ടേക്കുമല്ലേ ക്യാബിനും കൊണ്ട് വേണം വരാൻ ഗൈസ്. അയ്യോ, കുഴപ്പമില്ല, എങ്ങനെയും ജയിച്ചാൽ പോരെ. നമുക്ക് വണ്ടി എഞ്ചിൻ മാത്രം മതി. ഡ്രൈവറിനെ അവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ജയിച്ച്. ഇത്രേ ഉള്ളൂ. ക്യാബിൽ അവിടെ കിടക്കുക ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ക്യാബിന് ഈ സ്റ്റേഷനിൽ കിടക്കുക. അല്ല, പക്ഷേ ക്യാബിനല്ലല്ലോ, അവിടെ ഇതൊക്കെ അവിടെ കിടക്കുന്നതുള്ളൂ. ബോഗിയൊക്കെ അവിടെ കിടക്കുമോ. എഞ്ചിൻ മാത്രത്തെ പറന്നു വരുന്നു. നേരത്തെ വന്നവൻ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പുറക്കാണ്. ഇതുവരെ സ്പീഡ് കുറച്ചില്ല. ആ സ്റ്റേഷൻ്റെ അവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഞാൻ സ്പീഡ് കുറച്ചത്. തെറിച്ചു പോവാണ്. ഓക്കെ
ഫയൽ ഏതാണ്ടൊക്കെ കാണുന്നുണ്ട്. എന്തുവാണ് ഇതൊരു സ്റ്റേഷൻ എത്തില്ല. ഓക്കെ, മഞ്ഞ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം. ചിലപ്പോൾ ഒരു മഞ്ഞ കാണിച്ചിട്ട് ചുവപ്പ് കാണിക്കും. അതാണ് വയ്യത്തെ. ഓക്കെ, നിൽക്കേണ്ട സ്ഥലമായെന്ന് തോന്നുന്നു ഗൈസ്. ആയോ ഗൈസ്, നിൽക്കേണ്ട സ്ഥലമൊന്നും ആയില്ല. ഇത് എൻജിൻ മാത്രമല്ലേ ഉള്ളൂ. പറത്താം ഗൈസ്. ഫുൾ സ്പീഡിൽ പോട്ടെ. മഞ്ഞ കാണിക്കുമ്പോൾ നമ്മൾ നിൽക്കില്ല, നമ്മൾ പറക്കും. ഓക്കെ 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 ഓക്കെ. ക്യൂ പുറന്നാ ഗൈസ് പോന്നെ. ഓക്കെ, മറ്റവൻ അങ്ങാണ്ട് കിടക്കുന്നതേ ഉള്ളു ഗൈസ്. നമ്മളിങ്ങ് വന്ന് പൊട്ടനാന്ന് തോന്നുന്നു ഗൈസ്. അവൻ അങ്ങാണ്ട് കിടക്കുന്നുള്ളൂ, നമ്മളിങ്ങ് വന്ന്. പക്ഷേ നമ്മൾ ഈ ബോഗി ഒന്നും എടുത്തില്ല. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ബോഗി അവിടെ ഇട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു. ഓക്കെ, മഞ്ഞ കാണിക്കുന്നു. പെതുക്ക. ഓക്കെ ഓക്കെ, നമുക്കിവിടെ നിർത്തണം. ഓക്കെ. അയ്യോ 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 അയ്യോ. ഇനി നമുക്കൊന്ന് ബാക്ക് എടുത്ത് നോക്കാം. നമുക്കിവിടാണ് ഗൈസ് വണ്ടി ഇടേണ്ടത്. മറ്റവൻ ഇങ്ങനെ എത്തിയില്ല. സത്യം പറഞ്ഞാലോ ആറ്റാടിക്ക് എത്തിയില്ല. അന്നൊക്കെ ട്രെയിൻ ഓടിക്കാൻ അറിയത്തില്ല. കൊണ്ടുവന്നാലും മതിയോ? ബോഗിയല്ലല്ലോ, ട്രെയിനിൻ്റെ എൻജിൻ മാത്രം കൊണ്ടുവന്നാലും മതി. പുള്ളിക്കാരന്മാർ മിഷൻ പാസ്സാക്കി തരും. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇടിക്കണം, ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കും.